ഈ തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ ജയത്തിന് കാരണം കോൺഗ്രസ് ആണ്. 40 നിങ്ങൾ 3-ാം സ്ഥാനത്താണ്. നിങ്ങൾക്ക് മറുപടിയില്ല. ഇപ്പോഴും ശശി തരൂർ പോലും ബി.ജെ.പി അഭിനന്ദിക്കുന്നു. അജിംസെ, ഞാൻ ആദ്യഘട്ടത്തിൽ അത് പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ കെ.ടി. കുഞ്ഞിക്കണ്ണനോട് എനിക്കൊരു ചോദ്യം. നിങ്ങൾ 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFന് 52-51 സീറ്റ് ഉണ്ടായിരുന്നു, 49 സീറ്റ് ഉണ്ടായിരുന്നു CPIക്കും CPMനും. CPMന് 39 സീറ്റ് ഉണ്ടായി. അത് 29ആയിട്ട് കുറഞ്ഞത് എന്താ? ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ഏറ്റവും വകതിരിവില്ലാത്ത ഒരു പാർട്ടിയും കൂടി അവിടെ ഭരിച്ച് അത് BJPക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ചുമലിൽ കെട്ടി വെക്കുന്നത്. കോൺഗ്രസ് 10 സീറ്റിൽ നിന്ന് 10 തിരുവനന്തപുരത്തെ തോൽവിയെ കുറിച്ചാണ് പറയുന്നത്. അല്ല, അതിൽ കോൺഗ്രസിന്റെ പങ്കിനെ കുറിച്ചായിരുന്നു എന്റെ ചോദ്യം. ഞാൻ പറയട്ടെ അല്ല സഖാവേ, ഞാൻ പറയട്ടെ, എന്നേക്കാൾ ഒരുപാട് പ്രായത്തിലും പരിചയത്തിലും കൂടിയ ആളല്ലേ താങ്കൾ. എന്നെ പറയാൻ അനുവദിക്കും. എന്റെ ചോദ്യം ഇതാണ്, 10 സീറ്റിൽ നിന്ന് 19 സീറ്റായിട്ട് ഞങ്ങൾ വർദ്ധിപ്പിച്ചു. അല്ല, താങ്കൾ പ്രയാസപ്പെടലെന്നേ. ഉത്തരമാണ് പറയുന്നത്, പ്രയാസപ്പെടലേ. 10 സീറ്റിൽ നിന്ന് 19 സീറ്റായിട്ട് കോൺഗ്രസിന്റെ വർദ്ധിച്ചു. നിങ്ങൾ CPMന്റെ മാത്രം 39 സീറ്റിൽ നിന്ന് 29ആയിട്ട് കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? ഉത്തരമുണ്ടോ? നിങ്ങൾ നിലമ്പൂർ പരാജയം പരിശോധിച്ചോ? പുതുപ്പള്ളി ചേലക്കര ഈ 40 സീറ്റുകളിൽ നിങ്ങൾ 3-ാം സ്ഥാനത്ത് വരുന്നെങ്കിൽ നിങ്ങൾ BJPക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. 41 സീറ്റ് 3-ാം സ്ഥാനത്ത് വന്നതൊക്കെ മറച്ചു കൊടുത്തിട്ടാണെങ്കിൽ അഴിയൂര് SDP സ്ഥാനാർത്ഥി വിജയിച്ചു. അവിടെ LDFന് 7 വോട്ടാ. നിങ്ങൾ മറച്ചു കൊടുത്തിട്ടാണെന്ന് സമ്മതിച്ചു തരണം. അതുപോലെ അവിടെ തൊട്ടടുത്ത വാർഡിൽ 10 വോട്ടാ നിങ്ങൾ LDFന് സ്ഥാനാർത്ഥി കിട്ടിയേ. മറച്ചു കൊടുത്തിട്ടാണ് സമ്മതിക്കണം. മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. നിങ്ങൾ പിന്തുണ കൊടുത്തു. നിങ്ങളുടെ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആ സഖാവിനെതിരെ നടപടിയെടുക്കാൻ പോവുക. അതെന്തുകൊണ്ടാണെന്ന് പറയണം. അപ്പം മറിച്ചു കൊടുത്ത കഥയല്ല ഞാൻ ചോദിക്കും. ഞാൻ സഖാവിനോട് നേരിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ 39 സീറ്റ് എങ്ങനെ 29ആയിട്ട് CPMന്റെ കുറഞ്ഞു? 52 ഉണ്ടായിരുന്ന LDFന്റെ സീറ്റ് എങ്ങനെ കുറഞ്ഞു? അതിന് ഉത്തരം കിട്ടണ്ടേ? ഞങ്ങളുടെ സീറ്റുകൾ വർദ്ധിക്കുകയാണ്. ഞങ്ങൾ മറച്ചു കൊടുത്തെങ്കിൽ ഞങ്ങളുടെ സീറ്റുകൾ എങ്ങനെ വർദ്ധിക്കുന്നത്? 3-ാം സ്ഥാനത്ത് പോയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഇരുന്നത്? നിങ്ങൾ ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷൻ അല്ലേ? നിങ്ങൾ പതിറ്റാണ്ടുകൾ ഭരിച്ച കോർപ്പറേഷനിൽ നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നാ പറയണ്ടേ? ഞങ്ങളുടെ സീറ്റിന്റെ എണ്ണം കൂടുമ്പോൾ ഇനിയും ഞങ്ങളെ കുറ്റം പറഞ്ഞിരിക്കാതെ 9.5 കൊല്ലം സംസ്ഥാനം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന് പതിറ്റാണ്ടുകളായിട്ട് ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ CPMന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഭരണത്തിന് എന്തുകൊണ്ട് തുടർഭരണം കിട്ടിയില്ല എന്നുള്ളതിന്റെ ഉത്തരം കോൺഗ്രസ് മറിച്ചു എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് മറിച്ചത് കൊണ്ടാണോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്? എങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങൾ കോൺഗ്രസ്സുകാർ സഹായിച്ചിട്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന്. ഒരു ഉറപ്പ് വേണ്ട സഖാവ് എങ്ങനെയൊക്കെ പറയാൻ. ഇനി ശശി തരൂരിന്റെ കാര്യം ഞങ്ങൾ ഉറച്ചു പറയുന്നു. ശശി തരൂർ ഈ രാജ്യത്ത്, ഈ നാട്ടിലെ, ഞാൻ പറയട്ടെ, താങ്കൾ വിഷമിക്കില്ലേ? ശശി തരൂരിന്റെ കാര്യം കേൾക്കണ്ടേ? അതാ പറയാൻ പോകുന്നത്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നിട്ട് നരേന്ദ്രമോദിയെ മാത്രം കാണുകയും അത് നല്ല എന്ന് പറയുന്ന ശശി തരൂർ കോൺഗ്രസ് നിലപാടല്ല പറയുന്നത്. കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടായിട്ടുണ്ട്. അവരെ അവഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി. അവരെ ഏതെങ്കിലും രീതിയിൽ പരിഗണിച്ച് മിടുക്കരാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് BJP ജയിക്കുമ്പോൾ അത് വലിയ സേവനമായിട്ട്, വലിയ മഹത്തായ കാര്യമായിട്ട് കാണുന്ന ശശി തരൂരിന്റെ കണ്ണുകൾ കോൺഗ്രസിന്റെ കണ്ണുകളല്ല. പാവപ്പെട്ട ഒരുപാട് കോൺഗ്രസ്സുകാർ വേർപ്പൊഴുക്കി പണിയെടുത്ത് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിജയിച്ച പാർട്ടിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ജയിക്കുമ്പോൾ അവരുടെ ജയത്തെ കാണാതെ 7500-ലധികം കോൺഗ്രസിന്റെ പ്രവർത്തകർ ജയിക്കുകയും UDFന് വലിയ മജോറിറ്റി കിട്ടുകയും നടത്തുക ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കാണാത്ത ശശി തരൂരിന്റെ കണ്ണ് കോൺഗ്രസിന്റെ കണ്ണല്ല, അത് സംഘപരിവാറിന്റെ കണ്ണാന്ന് പറയുന്നത് ഒരു തർക്കമില്ല, ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. പക്ഷെ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, എന്തുകൊണ്ട് ശശി തരൂരിനെ ഒരുപാട് വട്ടം വാഴ്ത്തിപ്പാടിയ ആളുകളല്ലേ നിങ്ങൾ? പിണറായി വിജയനെയും നരേന്ദ്രമോദിയെ ഒരുപോലെ വാഴ്ത്തുന്ന ശശി തരൂരിനെ നിങ്ങളെ വാഴ്ത്തുമ്പോൾ മിടുക്കനായിട്ട് കാണുന്ന എന്തുകൊണ്ടാ? ഈ ശശി തരൂരിനെ പ്രോത്സാഹിപ്പിച്ചാൽ നിങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, തൃശ്ശൂർ കോർപ്പറേഷൻ എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു, UDF ജയിച്ചു? ഒന്ന് പറയണം കുഞ്ഞിക്കണ്ണൻ, താങ്കൾ ഒന്ന് പറയണ്ടേ? കാരണം നിങ്ങളുടെ അവിടുത്തെ മേയർ തരം കിട്ടുമ്പോഴൊക്കെ സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടുകയായിരുന്നു. സുരേഷ് ഗോപിയെ വാഴ്ത്തിപ്പാടിയ LDFന്റെ മേയർ ഉൾപ്പെടെയുള്ള ആ ഭരണ സംവിധാനത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് UDF തൃശ്ശൂർ തൂക്കിയെടുത്തപ്പോ നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു? നിങ്ങൾ തോറ്റതിന്റെ കാരണം പറയും. കാരണം അത് കോൺഗ്രസ് ജയിച്ചു നിൽക്കുമ്പോഴും കോൺഗ്രസിനെ കുറ്റം പറയാനുള്ള കാരണം കണ്ടെത്താതെ നിങ്ങൾ തോറ്റതിന്റെ കാരണം പറയും. നിങ്ങളുടെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് CPMന്റെ ആരോപണം.